അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റോഡിലെ പാണ എന്ന സ്ഥലത്ത് നയാര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാട്ടൻ ഗാരേജിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ നിരവധി സ്റ്റോക്കുകളോട് എത്തിയിട്ടുണ്ട്. നല്ല ലോ ബഡ്ജറ്റിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ബൈക്ക് വഴിയായിട്ട് പരിചയപ്പെടാം. അപ്പൊ അത്യാവശ്യത്തിന് അടിപൊളി വണ്ടികളാണ്, നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. അപ്പൊ നമുക്ക് മണിക്കൂർ അങ്ങനെ ആ എന്നാ പറഞ്ഞോളി. 2011 മോഡലാണ്. ആ ഇപ്പൊ പേപ്പർ നിലവിലുണ്ട്. ആ പേപ്പർ എടുത്തിട്ടും കൊടുക്കാം, പേപ്പർ ഇല്ലാതെ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ റേറ്റ് എത്ര ആ എടുക്കാം? അത് പെട്രോൾ വാഹനമാണ്. ആ അപ്പൊ നമ്മൾ വണ്ടി നിലവിൽ ഇപ്പൊ ഓടിയിട്ടുള്ളത് 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആ 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്, 4 അലൈവില് കാര്യങ്ങൾ വരുന്നുണ്ട്, ആ അടിപൊളി ഒരു ഇന്റീരിയലും വരുന്നുണ്ട്. ആ പെട്രോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള വാഹനം തന്നെയാണത്. ഒരു 16-17 മൈലേജ് കിട്ടുന്ന പെട്രോൾ നല്ലൊരു മൈക്രാണ്, നിസാൻ മൈക്ര തന്നെയാണ്. അപ്പൊ ചെറുവണ്ടിയിൽ നോക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് വണ്ടിയാണ്. ചെറുവണ്ടി നോക്കുന്നത് ബെസ്റ്റ് വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു അടിപൊളി അലവിലും നമ്മുടെ വണ്ടിക്ക് നിലവിൽ ഇപ്പൊ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 1,75,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതായത് നമുക്ക് പേപ്പർ, പേപ്പർ എടുത്തിട്ടാണെങ്കിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് അങ്ങനെയും കൊടുക്കാം ആ നമുക്ക് ഈ വണ്ടി. പേപ്പറിന്റെ ക്യാഷിന് ഇതാക്കിയിട്ട് ആ നമുക്ക് കൊടുക്കാം അല്ലേ? പേപ്പറിന്റെ ക്യാഷില് ഫുൾ എമൗണ്ട് കസ്റ്റമർ തരണ്ട, ആ നമുക്ക് പൗതി എമൗണ്ടിലും ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം നമുക്ക് മതി കസ്റ്റമർക്ക്. മതി. അപ്പൊ ഇതൊക്കെ അടുത്ത നമുക്ക് വണ്ടി വരുന്നത് ഫിനാൻസിൽ ഇറക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ വരും. എങ്ങനെ ഫിനാൻസ് ഒക്കെ ഉണ്ട് ഫിനാൻസ് നമുക്ക് 11 വണ്ടിയാണ്ട് കിട്ടാൻ പ്രയാസമാണ്. മാക്സിമം കസ്റ്റമർ കൊടുക്കാം. കൊടുക്കല്ലേ? ആ അത് ചെയ്ത് കൊടുക്കാം. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അത്യാവശ്യം 50 ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നമ്മൾ വണ്ടിക്ക്. പേപ്പർ എടുത്താണ്ട് ഇപ്പൊ എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ്? പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു 1,85 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 50 കൊടുക്കാം. 5 വർഷത്തെ പേപ്പറും ഉണ്ടാവും. പേപ്പറും ഉണ്ടാവും. ഫുൾ ഫിറ്റിൽ നമുക്ക് ഈ വണ്ടി അപ്പൊ ഇനി കൊടുക്കാം. ഇത് എടുത്താണ്ട് ഓടിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ഇനി ഇട്ട് ഓടിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. അത്യാവശ്യം നോക്കണ്ട നല്ല ഭംഗിയുള്ളൊരു റെഡ് നല്ലൊരു വണ്ടിയാണ്. അല്ലേ? ആ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. അപ്പൊ അടുത്ത് വന്നിട്ട് റോഡിലെ കപ്പല്. അടുത്ത് റോഡിലെ രാജാവിന് പറയാം. 24 അടുത്ത് മൈലേജ് കിട്ടണ 85 എഞ്ചിൻ, എത്ര മൈലേജ്? 24 അടുത്ത് മൈലേജ് കിട്ടും. ആ 85 എഞ്ചിനാണ് ആ വണ്ടി തന്നെ. ആ ആ. 2 എഞ്ചിന് നമുക്ക് ഈ വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഡിമാൻഡ് ഉള്ള ടൈപ്പിലുള്ള 1 അല്ലേ? ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. നമുക്ക് ആ 85 ആണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളത്. നിലവിലുള്ളത്. ഈ വണ്ടി നിലവിൽ ഇപ്പൊ ഓടി 1,00,000 ഈ വണ്ടി നമുക്ക് ഓടിയിട്ടുള്ള 1,42,000 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി ഈ ഓടിയിട്ടുള്ളത്. 110ഉം 85ലും മാറ്റം എന്താ കാര്യം വരിക? വണ്ടിന്റെ പവറിലെ മാറ്റം പിന്നെ എഞ്ചിന്റെ ആ ഇപ്പൊ നമ്മള് 1000cc 1300cc ആ വരുന്നുണ്ടല്ലോ, ആ ആ ഒരു മാറ്റമാണ് വരുന്നത്. അപ്പൊ 85 എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ മൈലേജും നല്ല പെർഫോമൻസും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി. ഡിമാൻഡ് ഉള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ ബ്ലാക്കിൽ വന്നത്. ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ബ്ലാക്ക്. ആണ്. അപ്പൊ ഇത് 2013 മോഡലാണ് പറഞ്ഞത്, ഡീസൽ വാഹനമാണ്. ആ അതുകൊണ്ടാണ് ഡീസല്. ഇത്രയും മൈലേജ് കിട്ടുന്ന വാഹനം അത്. അതെ. ഏഹ് അപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വകുപ്പിൽ തന്നെയാണ് വന്നത്. അത്യാവശ്യം ഡിമാൻഡ് കാര്യങ്ങളുള്ള വാഹനമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവർ ആയാലും 4 പവറിന്റെ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, 4 അലൈവിൽ വരുന്നുണ്ട്. വെയിലത്ത് ഇപ്പോ വെയിലില്ലാത്തപ്പോ കറുപ്പ്. അങ്ങനെ 2 കളറായിട്ട് നമ്മൾ വണ്ടി വരുന്നുണ്ട്. അപ്പഴത്തേക്ക് നമുക്ക് എത്ര റുപ്യക്ക് കൊടുക്കാം? അപ്പൊ നമ്മൾ ഈ വണ്ടി ചോദിക്കുന്നത് 3,25,000 റുപ്യ നമ്മൾ ഈ വണ്ടിക്ക് എത്ര ചോദിക്കണം. കൊടുക്കാം? 3,25,000 റുപ്യ നമ്മൾ ഈ വണ്ടിക്ക് 3,25,000, 3,400. 3,400 ചോദിക്കണം നമ്മൾ. ആ അത് ഫിനാൻസിലൊക്കെ നമുക്ക് എത്ര ഇറക്കാം? ഏനെ ഫിനാൻസിൽ ലോൺ ഇറക്കാൻ പറ്റും? ഫിനാൻസ് നമുക്കൊരു ചെയ്ത് കൊടുക്കുക 2 റുപ്യന്റെ അടുത്ത് നമുക്ക് ഈ വണ്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ഡൗൺ എത്ര റുപ്യക്ക്? ഡൗൺ നമുക്കൊരു 50 റുപ്യ അല്ലെങ്കിൽ 70 റുപ്യ ലെവലിലൊക്കെ വരുള്ളൂ. ആർക്കും നമുക്ക് പറ്റൂല. കസ്റ്റമറെ ട്രാക്കിനനുസരിച്ച് വരും. ആ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് വിളിച്ചിട്ട് സെറ്റ് ആക്കിയാണ് സെറ്റൊക്കെ ചെയ്യാം നമുക്ക്. വാട്സപ്പിൽ അയച്ചാൽ മതി. ഇപ്പൊ കഴിയുന്നത് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കാൻ ശ്രമിക്കാം അല്ലേ? കയ്യിൽ വണ്ടിന്റെ നമ്പർ നമ്മളെ വണ്ടിന്റെ നമ്പറിൽ അയച്ചു തന്നാൽ മതി. സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അർജന്റുള്ള വിളിച്ചോട്ടെ അല്ലേ? കുഴപ്പമില്ല. അത്യാവശ്യമുള്ള നമുക്ക് എപ്പോഴും വിളിക്കട്ടെ. അപ്പൊ ഇത് നമുക്കൊരു 3,25,000 നമുക്ക് സെറ്റ് ആക്കാം. ഇത് പേപ്പറൊക്കെ ഏകദേശം എത്ര ഉണ്ടാവും അല്ലെ? ഇത് നമുക്ക് 2028 വരെ പേപ്പർ വരും. പേപ്പർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അല്ല നമുക്ക് ഇത് ഓവർ പ്രൈസ് ആയിട്ട് കൊടുത്താലോ? ഏത് ഈ വണ്ടിനെ ഇത് നമുക്ക് എത്ര ഓഫർ കൊടുക്കാം? നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിട്ടേ, ഇപ്പൊ ജനുവരിക്ക് വന്നതല്ലേ, ആ 2013. അപ്പൊ ഒന്നും പാടി കേട്ടോളി. ആ 2013 മോഡൽ ഡീസൽ വാഹനം 85 ആണ്. ഫോർ വീല് അലൈ വീല് കാര്യങ്ങള്, പവർ ഇൻഡോ, സെൻട്രൽ ലോക്ക്, പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ആ 2,99,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2,99,000 കൊടുക്കാം. 2,99,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതിൽ ഇനി കുറെ ചോദിക്കരുത്, അപ്പൊ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. കാറ്റന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓഫർ തന്നെ ഓഫർ തന്നെ ആയിക്കോട്ടെ. നല്ലൊരു വാഹനമാണ്. ആ 3-3.25 മാർക്കറ്റ് നിലവിൽ വരുന്നുണ്ട് വണ്ടിക്ക്. ആ ആ ആ. അപ്പൊ നമ്മളിപ്പോ ഈ ചെയ്യുന്നടിയിൽ നമ്മള് ബോസ് വിളിച്ചു. അപ്പൊ ബോസ് പറഞ്ഞത് ഓഫർ ആയിട്ട് കൊടുക്കാൻ ഈ വണ്ടി. അപ്പൊ 2,99,000 ഇനി ഇതില് മുട്ടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതില് നെഗോഷ്യബിൾ ഇല്ല. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളുണ്ട്, കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് വണ്ടി ഡെലിവറിയിൽ മുമ്പ് എന്ത് കംപ്ലൈന്റോ കാര്യങ്ങളുണ്ട് പറഞ്ഞാല് നമുക്ക് അത് റെഡി ആക്കി കൊടുക്കാം കസ്റ്റമറുണ്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. 2,99,000 ഓഫറിൽ നമുക്ക് കൊടുക്കാം. ഓഫറിൽ കൊടുക്കാം. ഓക്കെ, അതിൽ നമുക്ക് കംപ്ലൈന്റ് നിർത്തി റെഡി ആക്കി കൊടുക്കാം. ഓക്കെ, അതിൽ നമുക്ക് നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം.
ടയർ ഭാഗോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതൊക്കെ റെഡിയാക്കി കൊടുത്ത് നമുക്ക് ഫിറ്റ് ആക്കി കൊടുക്കുമ്പോ. അടുത്ത വന്നിട്ട് ഒരു വാഗണർ. ഇത് 2010 മോഡലാണ്. പേപ്പർ എടുത്ത വാഹനമാണ്. ഇതാണപ്പോ ഇനി 2030 വരെ പേപ്പറുള്ള ഒരു വാഹനമാണ്. 5 കൊല്ലത്തിന് നോക്കണ്ട. ഇനി 5 കൊല്ലത്തിന് അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ 10 മോഡലായതുകൊണ്ട് നമ്മൾ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത് 99,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടില്ല. LXI വണ്ടിയാണ് വരുന്നത്. 2 ഡോർ പവറിന്റെ വരും, പവർ സ്റ്റിയറിംഗ് വരും, AC ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്ത ചെറു വിലന്റെ ഒരു നല്ലൊരു വണ്ടി. അത്യാവശ്യം കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല ഫാമിലി കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. ഫാമിലി യൂസിൽ മറ്റൊരു വാഹനമാണ് വാഗണർ. നമുക്ക് ആൾട്ടോന്റെ പ്രൈസിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാം? ഇത് നമ്മൾ ചോദിക്കുന്ന 1,75,000 റുപ്യാണ് ചോദിക്കണേ. 1,75,000. 5 കൊല്ലത്തെ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. ഇനി 2030 നമുക്ക് പേപ്പർ വരുള്ളൂ. നമുക്ക് ലോൺ ഇറങ്ങുമോ? ഇത് നമുക്ക് ലോൺ കിട്ടാൻ പ്രയാസമാണ്. എന്നാലും നമുക്ക് കസ്റ്റമർ കൊടുക്കാം. പകുതി ലോണിലും കൊടുക്കാം. നമുക്ക് ഫിനാൻസ് ആയിട്ട് പകുതിയിലും കൊടുക്കാം. ഇനി എങ്ങനെ പകുതി പകുതിയായിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. എന്നാലും കൺഫേം പറയണില്ല, നമുക്ക് നോക്കിട്ടൊക്കെ ചെയ്യാം. നോക്കിട്ട് ചെയ്യാം. കുഴപ്പമില്ല, നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള എഞ്ചിനാണ് കേട്ടോ. ഇതിൽ 2 ടൈപ്പ് എഞ്ചിൻ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. AC നല്ല കൂളിംഗ് ഉണ്ട്. അല്ല, സ്റ്റീരിയോ വർക്കിംഗ് തന്നെയാണ്. സ്ക്രീൻ വെക്കേണ്ടവർക്ക് ചെയ്യാം. നമ്മളിതിന്റെ വില പറഞ്ഞല്ലേ, 1,75,000 ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് കസ്റ്റമർ പൊട്ടിച്ച് കൊടുക്കേ. അപ്പൊ അടുത്ത വീണ്ടും 2017 മോഡലാണ്. ഗോ പ്ലസ് ആണ്. ഗോ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനമാണ്. ഒരു 7 സീറ്റർ വാഹനമാണ്. ഒരു മിനി എർട്ടിക അങ്ങനെ തന്നെ പറയാം. 2016-17 മോഡൽ റൈസറാണ്. ഇതിപ്പോ നമുക്ക് പറഞ്ഞാല് ഒരു മിനി ഇന്നോവ അല്ലെ, ഇന്നോവ എർട്ടിക അങ്ങനെയൊക്കെ പറയാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. 2 ഡോർ പവറിന്റെ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ ലോ കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണത് 2,05,000 റുപ്യാണ്. 2 ലക്ഷം റുപ്യക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ വണ്ടി പറഞ്ഞാല് 16 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. 7 സീറ്റ് വാഹനമാണ്. ഞാൻ രണ്ടും എന്തെങ്കിലും കുറച്ചാണ്ട് വരരുത്, നമുക്ക് രണ്ടിനും മാറ്റം വരുത്താം. കസ്റ്റമറെ നമ്മള് ഹാപ്പി ആക്കി. നമ്മളൊരു മിനി ഇന്നോവ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാൻ നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പൊ ഇതിനാവശ്യക്കാരുടെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം 80 ഫുൾ ടയർ തന്നെ പറയും. 4 ടയറും ഫുൾ ടയർ ഉണ്ട്. അടിപൊളി ടയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള വാഹനം തന്നെയാണ്. തിരൂരങ്ങാടി റേസറുള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല ബോഡി തുരുമ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനമാണ്. അടിപൊളി വണ്ടി തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ലോൺ ഇറക്കാൻ കഴിയോ? ഇത് നമുക്ക് ലോൺ ചെയ്യാം. ഫുൾ ലോൺ തന്നെ ചെയ്യാം. ആധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടാവാം. ആധാർ പാൻ കാർഡ് മിനി ഇന്നോവ കൊണ്ടുപോകാം. നല്ലൊരു വാഹനം തന്നെ. അത് സിംഗിൾ ഓൺഷിപ്പ് ആണ്, ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനം. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വാഹനം. ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം ആൾക്കാർ ഒരു വർക്ക് നിങ്ങൾ എടുക്കാല്ല, എടുത്ത് കൊണ്ടുവരുന്ന മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറുതായി കൊടുക്കലാ. 2,05,000 റുപ്യ ചോദിക്കണ പറഞ്ഞ 2 ലക്ഷം റുപ്യ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അടുത്ത വന്നിട്ട് സെലേറിയോ. അടുത്ത് 2014 മോഡലിൽ സെലോറിയോ ആയിരുന്നു. പെട്രോൾ വാഹനമാണ്. നിലവിലുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 1,02,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. VXI ആണ് വണ്ടി വരുന്നത്. 4 ഡോർ പവറിന്റെ വരും, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് കമ്പനി കൊടുത്ത. പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 ടൈപ്പ് വരും, LXI വരും, VXI വരും. VXI ആകുമ്പോൾ ബാക്ക് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ അതും വരുന്നുണ്ട് അല്ലേ? ഏത് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മാർജിന്റെ നല്ലൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം എൻക്വയറിയും കാര്യങ്ങളും വരുന്ന നമ്മൾ ടയർഡിൽ ലീവ് ഉണ്ടോ ചോദിച്ച് വരുന്ന പോലത്തെ ഒരു വാഹനം തന്നെയാണ് ഇത്, മാരുതിയിലെ സെലോറിയോ. അത് നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് 2,65,000 റുപ്യാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ഞാൻ പറഞ്ഞ പോലെ കംപ്ലൈന്റ് കാര്യങ്ങളുണ്ട്, നമുക്ക് നിർത്തി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് കസ്റ്റമർ ഡെലിവറിന്റെ മുമ്പുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വർക്ക്ഷോപ്പ് മെക്കാനിക്ക് ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം 80% ടയർ ഭാഗം ഉണ്ട്, ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കമ്മിയുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫിനാൻസ് ഒക്കെ എത്ര കയറും? എങ്ങനെ ഇത് നമുക്ക് ലോണിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ലോൺ 2014 ആയതുകൊണ്ട് നമുക്ക് ഒരു 2,30, 2,20 അടുത്ത് ലോൺ കിട്ടുന്നതാണ്. നമുക്കൊരു 20-30 റുപ്യ ലോൺ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഇറക്കി പോകാൻ പറ്റും. നല്ലൊരു പ്രൊഫൈൽ ടീമാണെങ്കിൽ ഫുൾ ലോണിന് കയറും. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണെങ്കിലും പക്ഷെ നമുക്ക് ഫുൾ ലോൺ പറയാത്തത് കസ്റ്റമർ നിരാശപ്പെടുത്തരുത്.
ഫുൾ ഓൺ പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാത്തൊരവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. അപ്പൊ അടുത്ത് നമുക്ക് വെന്യൂ നോക്കിയാലോ. വെന്യൂ കിളിക്കുഞ്ഞ് 2020 മോഡല് പെട്രോൾ വാഹനമാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വാഹനമാണ്. ഇപ്പോഴും ഷോറൂം കണ്ടീഷനിൽ നല്ലൊരു വാഹനം. സെക്കൻഡ് ഓൺഷിപ്പിൽ നമ്മൾ വണ്ടി നിലവിലുള്ളത്. 94,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആട്ടോ. ഒറ്റ കൈ കൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റിയ അടിപൊളി പവർ സ്റ്റിയറിംഗ് ആണ്. സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. AC വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരു വാഹനമാണ്. ഷോറൂം കണ്ടീഷൻ നല്ല സ്മെല്ലും കാരണം ഷോറൂമത്തെ ഒരു സ്മെൽ കണ്ടീഷൻ ആണ്. അത്യാവശ്യം സർവീസ് ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇതൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ പല വിലയും പറയുന്നുണ്ട്. നമുക്ക് ഇതിന് ചോദിക്കാം 5,70,000 റുപ്യ നമ്മൾ ഇതിന് ചോദിക്കണുള്ളൂ. 5,75. മാർക്കറ്റിൽ 6,25 ഒക്കെ വാഹനമാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനം. ആധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഇത് ഇത് ആധാർ പാൻ കാർഡ് നല്ല ഇറക്കി കൊണ്ടാൻ പറ്റും. നമ്മളെ പ്രസ് തന്നെ അതേപോലെ മറ്റുള്ള വാഹനം കമ്പയർ ചെയ്യാൻ പറ്റിയ വാഹനമാണ് വെന്യൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. കുഞ്ഞാണ്, അടിപൊളി ഷോറൂം കണ്ടീഷനിൽ ഈ ഒരു വണ്ടി ആധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. വേഗം ഇത് നമുക്ക് എത്ര ആസ്കിങ് എത്ര പറഞ്ഞത്? ഇത് നമ്മൾ 5,75,000 റുപ്യ. 5,75. അതിൽ നമുക്ക് എന്തെങ്കിലും ചെറുതാക്കി കൊടുക്കും ചെയ്യാം വണ്ടി. അപ്പൊ ഇത് നല്ലൊരു വണ്ടിയാണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. ഇതൊക്കെ ഇപ്പൊ 2 ദിവസമായിട്ടുകൾ വന്നിട്ട് തോന്നണില്ല. പുതിയ സ്റ്റോക്ക് കയറി. അപ്പൊ നമ്മൾ കാണിച്ചതിൽ ഒരു 5-6 വണ്ടി പുതിയ സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്ക് കയറി 2 ദിവസമായിട്ടുകൾ വന്നിട്ട്. അപ്പൊ ബുക്കിംഗ് വരുന്നതിന് മുന്നേ നിങ്ങൾ വിളിച്ചാണ് കൺഫേം ആയിക്കോളൂ. നല്ല വാഹനം തന്നെയാണ്. അടുത്തത് ഒറ്റയാന്. ഇത് 2013 മോഡൽ പെട്രോൾ വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനമാണ് വാഗനർ. LX ഇപ്പൊ നിലവിലുള്ളത്. വണ്ടി ഓടിച്ചിട്ടുള്ള 1,48,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ഒരു വാഹനം തന്നെയാണ്. നല്ല ഇന്റീരിയലും കാര്യങ്ങളും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ്. 2 ഡോർ പവറിന്റെ വരും. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിൽ ഒതുങ്ങിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വണ്ടി ചോദിക്കുന്നത് 2,15,000 റുപ്യാണ്. 2,15,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കൊടുക്കാം. ചെറിയ മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് വണ്ടിക്ക് വരുത്തി കൊടുക്കാം. ഇത് 2013 ഫിനാൻസ് കിട്ടാനില്ല. ഒരു 1.5-1.50 അടുത്തൊക്കെ ഫിനാൻസ് നമുക്ക് വണ്ടി കിട്ടും. എങ്ങനെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അതിലും കുറയുണ്ട്. നമ്മളെപ്പോഴും കൂട്ടി പറയാണ്. എന്താ വെച്ചാല് നിങ്ങൾ പിന്നെ ആ കമ്പം പിടിച്ചു വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കരുതല്ലോ. നമ്മളെപ്പോഴും കൂട്ടിയേ പറയുന്നുള്ളൂ, കുറച്ച് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ നിങ്ങൾ കസ്റ്റമർ ഹാപ്പി ആവും. ഓക്കെ. ഇപ്പൊ 50 റുപ്യക്കൊക്കെ അതിന്റെ ചോടാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെ. 2013 വാഗനർ ഞാൻ പറഞ്ഞു ഫാമിലിക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഐറ്റും കാര്യങ്ങളും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല സുഖമുള്ള ഒരു വാഹനം തന്നെ. പറ്റ പഴയ മോഡലും അല്ല, പഴയ മോഡലായിട്ടില്ലേനു. അപ്പൊ അടുത്ത വന്നിട്ട് ഒരു മൈലേജിന്റെ രാജകുമാരന്മാർ. 2 അമേസ് ഉണ്ട്. നമുക്ക് രണ്ടും പരിചയപ്പെടാം. ആ സുഖം. 2 വണ്ടി ഉണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് 2017 മോഡലാണ്. അതർ സൈറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് ആണല്ലേ. ഇപ്പൊ നിലവിലുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 1,59,000 കിലോമീറ്റർ ഉള്ളത്. വണ്ടി അത്യാവശ്യം നല്ല മെയിൻറ്റൈൻ നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വാഹനമാണ്. നമ്മളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലക്ക് വണ്ടി രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. കമ്പനി AC വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു വാഹനമാണ്. ഇപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 3,15,000 റുപ്യ ചോദിക്കണേ. 3,15 നമ്മൾ ഈ വണ്ടിക്ക് 2017 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഡീസൽ വാഹനം. ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഫുൾ ഓൺ വാഹനം തന്നെയാണ്. ഇത് നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് അത്യാവശ്യം കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനമാണ്. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനം തന്നെയാണ്. മൈലേജിന്റെ രാജകുമാരന്മാര് നമ്മൾ അറിയപ്പെടുന്നത്. അത്യാവശ്യം അറിയണ ഈ വണ്ടി എടുത്തു പോകും. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. നല്ല യാത്ര സുഖം ഉണ്ട്. നല്ല ഒരു ഫീൽ നല്ലൊരു വാഹനം തന്നെയാണ്. അടുത്ത 2014 കേരള വണ്ടി തന്നെ വരുന്നത്. 2014 മോഡൽ കേരള ഡീസൽ വാഹനം തന്നെയാണ്. 1,79,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. സെയിം തന്നെയാണ് വണ്ടി. 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്. ഇനിയിപ്പോ എടുത്ത് പറയാൻ 4 അലവിൽ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. കമ്പനി അലവിലല്ല, പുറത്തുനിന്ന് കയറ്റി 4 അലവിൽ വരുന്നുണ്ട്. എക്സ്ട്രാ കയറ്റിയ അലവിലാണ്. അപ്പൊ ഈ വണ്ടിക്ക് വരുന്നത് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ വരും. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സെയിം ആണ്. മാറ്റം പറയാനുള്ള ആ വണ്ടി ഈ വണ്ടി പറയാനുള്ളത് മോഡലിൽ മാറ്റം വരുന്നുണ്ട്.
ഫ്രണ്ടിലത്തെ ഗ്രില്ലിലും കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്, അതുപോലെ അലവിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. പിന്നെ വിലയിലും ചെറിയ മാറ്റം വരുത്താം. നമുക്ക് കേരള വണ്ടി ആയതുകൊണ്ട് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 2,90,000 വണ്ടിക്ക് ചോദിക്കുന്നത് 295. 2,95. ഇത് നമുക്ക് ഫിനാൻസിൽ ഇത് ഇറങ്ങാണെങ്കിൽ നമുക്ക് ഫിനാൻസിൽ കൊടുക്കാൻ പറ്റിയ വാഹനം, ഫുൾ ഓൺ ആയിട്ട് ഫുൾ ഓൺ, കൊടുക്കാൻ. രണ്ട് നമുക്ക് ഫുൾ ഓൺ, രണ്ടും രണ്ട് ഫുൾ ഓണിൽ മൈലേജിന്റെ കയറ്റാൻ പറ്റിയ നല്ലൊരു രാജാക്കന്മാരെ നമുക്ക് വാഹനമാണ്. ഫുൾ ഓണിൽ കൊടുക്കാം. രണ്ട് അമേസും ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു രണ്ട് ഫുൾ വാഹനമാണ്. ഓണിൽ കൊടുക്കാം. രണ്ട് ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി, ബുക്കിംഗ് ആക്കണം. പെട്ടെന്ന് ഇതൊക്കെ സ്റ്റോക്ക് കയറിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ അല്ലേ? ഇതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറിയ വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളി. പെട്ടെന്ന് ഇതൊക്കെ വിളിച്ചാൽ ബുക്കിംഗ് നമുക്ക് ആകാൻ, പെട്ടെന്ന് കൊടുക്കാനുള്ള ബുക്കിംഗ് ആകാൻ വാഹനമാണ്. നിമിഷങ്ങൾ കൊണ്ട് ഇതൊക്കെ ബുക്കിംഗ് ആവാം. അമേസൊക്കെ പെട്ടെന്ന് പോകും, അത്യാവശ്യം അറിയുന്ന ആൾക്കാർ എടുത്തു പോകും. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതൊരു നാനോ, ഇത് നമുക്ക് ചെറുവണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. ചെറിയ കായ്ക്ക് കൊടുക്കാം നമുക്ക്. 2014 മോഡലാണ്. ആ, ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള തുരുമ്പില്ലാത്ത നല്ലൊരു വാഹനമാണ്. ഞാനാലും കാരണം തുരുമ്പ് കൂടുതലുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതില് അങ്ങനെ തുരുമ്പ് കണ്ടിട്ടില്ല. 2014 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിൽ നമ്മൾ വണ്ടി ഉള്ളത്. 54,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ. 2 ഡോർ പവറിന്റെ ഉണ്ട്. അത്യാവശ്യം കൂടുതൽ സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അത്യാവശ്യം ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഫീൽ ഉണ്ട്. കമ്പനി സൗണ്ട് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. സൗണ്ട് ആണ്. പിന്നെ അത്യാവശ്യം ടയർ ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ചോദിക്കണേ 75,000 നമ്മൾ വണ്ടിക്ക് ചോദിക്കണം. 75,000. 75,000 നമ്മൾ വണ്ടിക്ക് ചോദിക്കണം. ഇതിപ്പോ 2014 പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ കൊടുക്കും. ഇത് നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനോ ഇപ്പൊ കൊടുക്കില്ല ചില കമ്പനി. എന്നാലും നമുക്ക് നോക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ കാര്യമുള്ളൂ, 75,000 ഉറുപ്പിയുള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് ചെറിയൊരു മഴയുള്ളതൊരു വണ്ടി ഉണ്ടോ, ഇനി മഴക്കാലം കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ. അപ്പൊ ഇനിയിപ്പോ ബൈക്കുള്ള ഒരു കുട്ടിക്കൊക്കെ നമുക്ക് ചെറിയ കൈക്ക് കാർ ഇറക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇറക്കി കൊടുക്കാം. കുറച്ചും കൂടി കാര്യങ്ങൾ വണ്ടിക്ക് കുറച്ചും വില കൂടും, ഡിമാൻഡ് ആവാൻ തുടങ്ങും. പിന്നെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ചെറു വണ്ടി അന്വേഷിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ പിന്നെ ഈ വണ്ടികൾക്ക് ഒന്നും പാടും ഡിമാൻഡ് കൂടും, കുറയില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. നമുക്കൊരു 75,000 ചെയ്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്ത വന്നിട്ട് ഒരു ഇയോണ്, കിടിലൻ ഇയോണ്, 2012 മോഡല് സിംഗ്ലോൺഷിപ്പ് എന്ന വാഹനമാണ്. ഇപ്പൊ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ്. കേൽപ്പത്ത് നല്ലൊരു മേഘന പ്ലസ് നമ്മളെ വണ്ടിന്റെ പേരിന്റെ വരുന്നത്. 2 ഡോർ പവറിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരും കമ്പനി. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 1,50,000 രൂപയാണ്. 1,50,000. അത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. കസ്റ്റമറിന് മാക്സിമം ലോൺ നമുക്ക് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ കിട്ടിയില്ലെങ്കിലും കസ്റ്റമർ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 10-30 ഇറക്കാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെയാണ് ഈ വണ്ടി. അപ്പൊ ഇയാളൊക്കെ നോക്കണവർക്ക് പെട്രോൾ വാഹനം. അപ്പൊ നോക്കണവർക്കൊക്കെ നല്ല കിട്ടില്ല വണ്ടി തന്നെയാണ്. അപ്പൊ ചെറിയ വണ്ടികളൊക്കെ നോക്കണം. 1,50,000 രൂപയ്ക്കൊക്കെ ആൾട്ടോന്റെ റേഞ്ചുള്ള വാഹനമാണ് ഇയോണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇത് നമുക്ക് ആൾട്ടോന്റെ സെയിം മൈലേജ് ആണ്. ആൾട്ടോന്റെ അതേ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് 18 പറയാം, 16 മൈലേജ് കൂട്ടിയാൽ മതി. 16 മൈലേജിനടുത്ത് നല്ല കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പൊ അടുത്ത നോക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി സ്വിഫ്റ്റ് വൈറ്റ്. ഇത് 2008 മോഡലാണ്. 28 വരെ പേപ്പറുള്ള നല്ലൊരു വാഹനമാണ്. ഇത് നിലവിൽ വരുന്ന വീഡിയോ ആണ്. 1,80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ ഓട്ടാണ്. മെയിൻ ഗ്ലാസ് ഒരു സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ മാറ്റിയില്ല. നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. കസ്റ്റമറിന് മുന്നിൽ വെച്ച് തന്നെ നമുക്ക് ഒറിജിനൽ ഗ്ലാസ് തന്നെ മാറി കൊടുക്കാം. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിലാണ്. 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അതേപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, നല്ല സ്റ്റിയറിംഗ് കവർ വരുന്നുണ്ട്, വീഡിയോ ഓപ്ഷനാണ് വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 1,55,000 കൊടുക്കാം. 1,55,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. മാരുതി ഷിഫ്റ്റ് 2028 പേപ്പറുള്ള ഒരു വാഹനമാണ്. നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു 18ന്റെ അടുത്ത് മൈലേജും കിട്ടുന്ന നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പൊ ഇത് 1,50,000 നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. ഈ വണ്ടി നമുക്ക് 1,50,000 നമുക്ക് ലോണൊന്നും കയറോ? ഇല്ല, ഇതൊക്കെ നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെയാണ്. 1,55,000 വണ്ടി ഒക്കെ സ്വിഫ്റ്റ് എപ്പോ ആണെങ്കിലും കൊടുക്കാൻ പറ്റിയ, എപ്പോ ആണെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം ഷിഫ്റ്റ്. മാർക്കറ്റിൽ അന്നും ഡിമാൻഡുള്ള ഒരു വാഹനം തന്നെയാണ്. ഇന്നും വരാൻ പോണതും കിങ് പറഞ്ഞ പോലെയാണ്. എന്നൊരു ഡിമാൻഡുള്ള ഒരു സാധനം ഷിഫ്റ്റ്. അടുത്ത വന്നിട്ട് നമുക്ക് ബിസിനസ് പരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മളെ ഇത് ഫാമിലി യൂസിന് തന്നെ പറയാം. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2011 മോഡലായതുകൊണ്ട് ഇത്രയും കാലം മാറാതെ യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് 2011. അധികം ഞാൻ കണ്ടെടുത്തോളം ഓണർഷിപ്പ് 3, 4, 5, 6 അങ്ങനെ ഓണർഷിപ്പുള്ള വണ്ടികളെ കണ്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അപൂർവേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വാങ്ങാൻ നമുക്ക് കിട്ടിയത് 2011 മോഡല്. അപ്പൊ നമുക്ക് ഈ വണ്ടി പേപ്പർ എടുത്തിട്ട് കൊടുക്കാം, പേപ്പർ ഇല്ലാതെയും കൊടുക്കാം. 2011 ആയതുകൊണ്ട് 1,65,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. 25 എഞ്ചിനാണ് നമ്മുടെ വണ്ടിക്ക് നിലവിൽ വരുന്നത്. KL 53 പെരുന്തൽമണ്ണ റേസറിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില
98,000 ചോദിക്കുന്നത്. 5 സീറ്റ് വാഹനമാണ് നമ്മൾ വണ്ടി വരുന്നത്. പേപ്പർ എടുത്താണ്ട് എത്ര റുപ്യ കൊടുക്കാം? പേപ്പർ എടുത്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 1,08,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 1,800 നമുക്ക് സുഖമായിട്ട് ഇറക്കി ഈ വണ്ടി ഇറക്കി കൊടുക്കാം. 1,00,000 1,800 നമുക്ക് ഇത് റെഡി ക്യാഷിന് നമുക്ക് ഇറക്കി റെഡി ക്യാഷിനായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ബിസിനസ് ആവശ്യത്തിനോ കന്നാക്ക് പുല്ലരാനോ എന്ത് ലോഡും കാര്യങ്ങളും പോണ ഒരു നല്ലൊരു വാഹനം തന്നെയാണ്. ഈ LPG ആവശ്യമുണ്ടെങ്കിൽ LPG മേഖലയുണ്ട്. LPG വരുന്ന ഒരു വാഹനം തന്നെയാണ്. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടും കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഓക്കെ. അപ്പൊ അടുത്ത വന്നിട്ട് ഇതാ നമ്മളെ രാജകുമാരൻ എക്സ്പ്രോസ്. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഇപ്പൊ നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളത് 1,79,000 കിലോമീറ്റർ ആണ്. വണ്ടി ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്, അലവിൽ വരുന്നുണ്ട്. സെമി ഹൈബ്രിഡ് വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനമാണ്. 18+20 ഉള്ളിൽ മൈലേജ് കിട്ടുന്ന അത്യാവശ്യം മൈലേജ് മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ള ഒരു വാഹനം തന്നെ ഈ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് കമ്പനി. അതേപോലെ ഫോൾഡിംഗ് വരുന്നുണ്ട്, ലോക്ക് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ഒരു വാഹനം തന്നെയാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണം 5,50,000 നമ്മൾ ചോദിക്കണം. അല്ല, 6,50,000 ചോദിക്കണം നമുക്ക് വണ്ടിക്ക്. നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നമ്മൾ ഇതിനെത്ര ചോദിക്കണേ? ഇതിനെത്ര രൂപ ചോദിക്കണേ? ഇത് നമ്മൾ 6,50,000 ഒന്നുമാടെ പറയണേ. നമ്മൾ ഇതിനെത്ര രൂപ ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണം 6,50,000 ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി. ഒന്നിനൊരു പണിയില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി പ്രീമിയം ലുക്കിൽ കൊണ്ടുവരാൻ ഇത് എടുത്ത് പറയാൻ എന്താ 10 സർവീസ് എടുത്തൊരു വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനമാണ്. കമ്പനി സർവീസ് ഉണ്ട്, നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഡീസൽ വാഹനം ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ കമ്പനി സർവീസുള്ള വാഹനങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ക്വാളിറ്റി ഉണ്ടാവും. അത് ഹിസ്റ്ററിയും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നമ്മുടെ എക്സ്ക്ലൂസീവ് ഒന്നും വരുന്നില്ല. 2ാം നമ്പറായിട്ട് റേസറിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി. അല്ല, നമ്മളിപ്പോ നിലവിൽ പറഞ്ഞ വണ്ടികൾക്കൊന്നും അങ്ങനെ തെറ്റമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. ഇനി ഉണ്ടെന്ന് വെച്ചാൽ കസ്റ്റമറിന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഉള്ള അപാകതകളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ല, പറയാതെ ഉള്ള കച്ചവടം നമ്മുടെ അടുത്തില്ല. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഏകദേശം ഒരു 10-25 വണ്ടി നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇനി ബാക്കി ഇനി നമുക്ക് ഇവിടുന്ന് ഇനിയുണ്ട് നമുക്കൊരു 10 വണ്ടി പരിചയപ്പെടാന്. അപ്പൊ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, കമന്റ് ചെയ്തോളി, താഴെ കൊടുക്കുന്ന നമ്പർ പെട്ടെന്ന് വിളിച്ചോളി. പുതിയ സ്റ്റോക്കുകളാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ഗുഡ് ബൈ.